Dear students, welcome to Learner's World. In this video, I'm going to talk about a film. I'm a Cat, directed by Kon Ichikawa, FIUGP Semester 4, VSc Science, Calcutta University. Summary of I'm a Cat. I'm a Cat is a famous satirical novel written by Natsume Soseki and later adapted in a film by Kon Ichikawa. അപ്പോൾ ഇത് ആദ്യം ഒരു സാറ്ററിക്കൽ നോവലായിരുന്നു. പിന്നീട് അത് എഴുതിയിരുന്നത് നാറ്റ്സുമെ സൊസൈക്കിയാണ്. പിന്നീട് അത് ഫിലിമിലേക്ക് അഡാപ്റ്റ് ചെയ്തത് അതിൻ്റെ ഡയറക്ടർ കോൺ ഇച്ചിക്കാവയാണ്. ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ എ ക്യാറ്റ് ഹു ഹാസ് നോ നെയിം. അപ്പോൾ ഈ ഒരു കഥ വിവരിക്കുന്നത് ഒരു പൂച്ചയാണ്, അതിന് പേരൊന്നുമില്ല. ദിസ് നെയിംലെസ് ക്യാറ്റ് ലിവ്സ് ഇൻ ദ ഹൗസ് ഓഫ് എ മിഡിൽ ക്ലാസ് സ്കൂൾ ടീച്ചർ കോൾഡ് കുഷാമി സെൻസെ. അപ്പോൾ കുഷാമി സെൻസെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറുടെ വീട്ടിലാണ് ഈ ഒരു പേരില്ലാത്ത പൂച്ച ജീവിക്കുന്നത്. ഫ്രം ദ ബിഗിനിങ് ദ ക്യാറ്റ് ഒബ്സർവ് ഹ്യൂമൻ ലൈഫ് വെരി കെയർഫുള്ളി ആൻഡ് ഇൻ്റലിജൻ്റ്ലി. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു പൂച്ച മനുഷ്യരുടെ ജീവിതം വളരെ ശ്രദ്ധയോടുകൂടിയും അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ നിരീക്ഷിക്കാൻ തുടങ്ങി. സിൻസ് ദ നറേറ്റർ ഈസ് എ ക്യാറ്റ്, ദ സ്റ്റോറി പ്രസൻറ്റ് എ യൂണിക് ആൻഡ് ഹ്യൂമറസ് വ്യൂ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ നരേറ്റർ ഇതിൻ്റെ കഥ വിവരിക്കുന്നത് ഒരു പൂച്ചയായതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവമൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു സിനിമയിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞു. കുഷമി സെൻസ് ഹി ദ ക്യാറ്റ്സ് മാസ്റ്റർ ഈസ് എ സംവാട്ട് ലേസി ആബ്സെൻറ്റ് മൈൻഡഡ് ആൻഡ് ഈസിലി അനോയ്ഡ് ടീച്ചർ. അപ്പോൾ ഈ ഒരു ക്യാറ്റിൻ്റെ മാസ്റ്ററാണ് കുഷമി സെൻസി. അയാളൊരു മടിയനായിട്ടുള്ള ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. ഹി ഓഫൺ കംപ്ലൈൻസ് അബൌട്ട് ഹിസ് ജോബ്, ഹിസ് സ്റ്റുഡൻസ് ആൻഡ് ദ സൊസൈറ്റി ഹിസ് ലിവ്സ് ഇൻ. അപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരാളാണ് ഈ ഒരു കുഷമി സെൻസി. അപ്പോൾ അയാളുടെ ജോലിയെക്കുറിച്ചിട്ടും അയാളുടെ സ്റ്റുഡൻസിനെ കുറിച്ചിട്ടും അയാൾ ജീവിക്കുന്ന സമൂഹത്തിനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ത്രൂ ദ ക്യാറ്റ്സ് ഒബ്സർവേഷൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കുഷമി ഈസ് നോട്ട് വെരി സക്സസ്ഫുൾ ഓർ റെസ്പെക്റ്റഡ് ആൻഡ് ഹി ഫ്രീക്വൻ്റ്ലി ബിഹേവ് എ ഫൂളിഷ് ഓർ ചൈൽഡിഷ് മാനർ. അപ്പോൾ ഈ പൂച്ചയുടെ നിരീക്ഷണത്തിലൂടെ കുഷമി എന്ന് പറയുന്നത് വളരെ വിജയിച്ചിട്ടുള്ള ഒരാളല്ല എന്നാണ് പൂച്ചയുടെ ഈ ഒബ്സർവേഷനിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളോ ബഹുമാനിക്കപ്പെടുന്നവനോ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പലപ്പോഴും ഒരു കർക്കശമായിട്ടുള്ള ഒരു സ്വഭാവക്കാരനാണ്. ഒരു ചൈൽഡിഷ് മാനറാണ് അയാളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. Many of Kushami's friends and acquaintances visit his house. These visitors include educated people and intellectuals who discuss serious topics such as education, culture and modern life. അപ്പോൾ ഈ കുഷമിയുടെ വീട്ടിലേക്ക് പല സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെ വരാറുണ്ട്. ഇവരിൽ പലരും വിദ്യാഭ്യാസമുള്ളവരും ബുദ്ധിജീവികളൊക്കെയാണ്. അവർ വിദ്യാഭ്യാസം, സംസ്കാരം, ആധുനിക ജീവിതം തുടങ്ങിയിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. However, their conversations are often meaningless, confusing or exaggerated. The cat finds these discussions amusing and even ridiculous. This shows that many people pretend to be intelligent but actually lack real knowledge and understanding. അപ്പോൾ ഈ പൂച്ച ഇവരുടെ സംസാരമൊക്കെ നിരീക്ഷിക്കാറുണ്ട്. പലപ്പോഴും ഇവരുടെ സംഭാഷണങ്ങൾ ആശയക്കുഴപ്പമുള്ളതും അതുപോലെ കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള സംസാരങ്ങളാണ്. പൂച്ചയ്ക്ക് ഇത് വളരെ രസകരവും ചിലപ്പോൾ ഒരു പരിഹാസ രൂപത്തിലൊക്കെ തോന്നാറുണ്ട്. ഇതിലൂടെ പലരും ബുദ്ധിജീവികളായി നടിക്കുമ്പോഴും യഥാർത്ഥ അറിവ് ഇല്ലെന്നാണ് കാണിക്കുന്നത്. അതായത് അവർ ബുദ്ധിജീവിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, എക്സാജറേറ്റഡ് വേർഡ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് റിയൽ നോളജ് ഇല്ല എന്നാണ്, അവർക്ക് ആക്ച്വലി റിയൽ നോളജ് ഇല്ല എന്നാണ് പറയുന്നത്. As the story progresses, the cat observes not only Kushami but also his family, neighbors and other members of society. അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ പൂച്ച കുഷമിയെ മാത്രമല്ല നിരീക്ഷിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അയൽക്കാരെയും സമൂഹത്തിലെ മറ്റാളുകളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇറ്റ് നോട്ടീസസ് സ്മോൾ ഡീറ്റെയിൽസ് ഓഫ് എവറിഡേ ലൈഫ് സച്ച് എസ് ഹൗ പീപ്പിൾ ടോക്ക്, ഈറ്റ്, ആർഗ്യൂ ആൻഡ് ബിഹേവ് വിത്ത് വൺ അനദർ. അതായത് എവറിഡേ ലൈഫാണ്, അതായത് നിത്യജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പൂച്ച വീക്ഷിക്കുന്നത്. ആളുകൾ സംസാരിക്കുന്നത്, കഴിക്കുന്നത്, വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നത്, മറ്റൊരാളുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്,
Through these simple observations, the author reveals the weakness, foolishness, and hypocrisy of human beings. അപ്പോൾ ഈ നിരീക്ഷണങ്ങളിലൂടെ മനുഷ്യരുടെ ദുർബലതകളും അവരുടെ കാപ്പട്യമൊക്കെ വെളിവാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The novel is a satire, which means it uses humor and irony to criticize society. It mainly criticizes the middle class lifestyle, the education system, and behavior of intellectuals. It shows that people are often selfish, proud, and unaware of their own faults. അപ്പോൾ ഈ നോവല് ഒരു നോവലായിരുന്നു, പിന്നീട് അത് ഫിലിമിലേക്ക് അഡാപ്റ്റ് ചെയ്തതാണ്. ഇതൊരു പരിഹാസകൃതിയാണ്, ഒരു സറ്റയറാണെന്നാണ് പറയുന്നത്. അതായത് ഹാസ്യവും പരിഹാസവും ഒക്കെ ഉപയോഗിച്ച് സമൂഹത്തെ വിമർശിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നോവലാണ്. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് സൊസൈറ്റീനെയാണ്, മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതി, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവരുടെ ബിഹേവിയർ ഒക്കെയാണ് ഇതിൽ പരിഹസിക്കുന്നത്, വിമർശിക്കുന്നത്. It shows that people are often selfish, proud, and unaware of their own faults. അതുപോലെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, മനുഷ്യർ പലപ്പോഴും സ്വാർത്ഥരാണ്, അഹങ്കാരികളാണ്, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാത്തവരാണെന്ന് ഒക്കെ കാണിക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് തീം ഇൻ ദ സ്റ്റോറി ഈസ് ഐസൊലേഷൻ, ഏകാന്തത, ഒറ്റപ്പെടൽ ഒക്കെയാണ് അടുത്ത ഒരു തീമായിട്ട് വരുന്നത്. ഈവൻ ദോ പീപ്പിൾ ലിവ് ടുഗദർ, ദേ ഡു നോട്ട് ട്രൂലി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ദ കാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ ആൻ ഔട്ട്സൈഡർ. ഇറ്റ് വാച്ചസ് എവറിത്തിങ് ബട്ട് ഡസ് നോട്ട് ഫുള്ളി ബിലോങ് ടു ദ ഹ്യൂമൻ വേൾഡ്, വിച്ച് മേക്സ് ഇറ്റ് ഒബ്സർവേഷൻസ് മോർ ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ. അപ്പോൾ ഇതിൽ മറ്റൊരു തീമാണ് ഐസൊലേഷൻ, ഒറ്റപ്പെട്ട അവസ്ഥ. അതായത് ഇവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി വർത്താനമൊക്കെ പറയുന്നുണ്ട്, ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. പൂച്ചയും ഇവിടെ ഒരു ഔട്ട്സൈഡറാണ്, ഈ മനുഷ്യന്മാരുടെ ലോകത്തിൽ പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഒരു ഏകാന്തത ഇവിടെ ഉണ്ട്, ഒരു ഒറ്റപ്പെടലുണ്ട്. ഈ പൂച്ച ഔട്ട്സൈഡറായിട്ടാണ് ഈ മനുഷ്യന്മാരുടെ ബിഹേവിയറൊക്കെ ഒബ്സർവ് ചെയ്യുന്നത്. മനുഷ്യന്മാരുടെ ലോകത്തിൽ പൂച്ച ചേർന്നിട്ടുമില്ല. അങ്ങനെ പൂച്ചയും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയുന്നുണ്ട്. Towards the end, the story suggests that human life is full of confusion, contradictions, and absurdity. The cat continues to observe and comment on human behavior, combining humor with sharp criticism. അങ്ങനെ ഈ കഥയുടെ അവസാന ഭാഗങ്ങളിൽ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ആശയക്കുഴപ്പങ്ങളും വിരോധാഭാസങ്ങളൊക്കെ നിറഞ്ഞതാണെന്ന് ഈ കഥയിൽ പറയുന്നുണ്ട്. പൂച്ച മനുഷ്യരുടെ പെരുമാറ്റങ്ങളെ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ചിട്ട് ഹാസ്യത്തോടും കഠിന വിമർശനത്തോടും കൂടി അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. The story uses cat's point of view to humorously criticize human society and reveal its foolishness and weakness. അപ്പോൾ ഇത് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് പൂച്ചയാണ്. അപ്പോൾ ഒരു പൂച്ചയുടെ കാഴ്ചപ്പാടിലൂടെ മനുഷ്യരുടെ ആ ഒരു സ്വഭാവങ്ങൾ, മനുഷ്യരുടെ കർക്കശമായിട്ടുള്ള സ്വഭാവ രീതികളും സമൂഹത്തിലെ ദോഷങ്ങളും പരിഹാസ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയാണിത്. ഓക്കെ, താങ്ക് യു.